മലയാള സിനിമ ലോകവും അതുപോലെ തന്നെ നമ്മുടെ മമ്മൂട്ടി ആരാധകരും വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് മമ്മൂക്കയുടെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള ടർബോ എന്ന സിനിമ. ഈ സിനിമ വിജയിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക നായകനായി എത്തുന്ന സിനിമ എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കാവുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെതായിട്ട് ഇറങ്ങുന്ന എല്ലാ സിനിമകളും ഈ ഡേറ്റ് വലിയ രീതിയിൽ ആളുകളിലേക്ക് എത്തുന്നുണ്ട്, പ്രശംസകൾ ഏറ്റുവാങ്ങുന്നുണ്ട്. എല്ലാം തന്നെ ഒന്നിനൊന്ന് മികച്ച അടിപൊളി സിനിമകളാണ്. ഈ കാരണം കൂടാതെ ഈ ഒരു സിനിമയുടെ തിരക്കഥ നിർവഹിക്കുന്നത് നമ്മുടെ മിഥുൻ മാനുവൽ തോമസ്. ഇന്ന് മലയാള സിനിമയിലെ ഏറ്റവും തിരക്കുള്ള ഒരു തിരക്കഥാകൃത്ത് അല്ലെങ്കിൽ ഏറ്റവും ഡിമാൻഡുള്ള ഒരു തിരക്കഥാകൃത്താണ് മിഥുൻ മാനുവൽ തോമസ്. മൂന്നാമത്തെ കാരണമായിട്ട് പറയുന്നത് സിനിമയുടെ സംവിധായകനായിട്ടുള്ള വൈശാഖ് തന്നെയാണ്. വൈശാഖിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയ്ക്ക് പോക്കിരാജ, മധുരാജ എന്നിങ്ങനെയുള്ള ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകൾ നൽകിയിട്ടുള്ള സംവിധായകനാണ്. അപ്പോൾ എന്തായാലും ഈ 3 പേരും കൂടി ഒന്നിക്കുമ്പോൾ നമ്മൾ എന്തായാലും ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് എന്തായാലും പ്രതീക്ഷിക്കും. ഒരു ഇൻഡസ്ട്രി ഹിറ്റ് പ്രതീക്ഷിച്ചാൽ അതിന് തെറ്റൊന്നും പറയാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സിനിമ നിർമ്മിക്കുന്നത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ഓൺ പ്രൊഡക്ഷൻ കമ്പനി ആയിട്ടുള്ള മമ്മൂട്ടി കമ്പനിയാണ്. ഈ സിനിമ വിതരണം ചെയ്യുന്നത് മമ്മൂക്കയുടെ മകനായിട്ടുള്ള ദുൽഖർ സൽമാന്റെ കമ്പനി ആയിട്ടുള്ള വേഫർ ഫിലിംസ് ആണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരുപാട് പ്രതീക്ഷകൾ ഈ സിനിമയ്ക്കുണ്ട്. പക്ഷേ ഇത്രയൊക്കെ വിജയസാധ്യതയുള്ള ഒരു സിനിമയ്ക്ക് ഒരു പരാതി ആരാധകർക്കിടയിലും അതുപോലെ തന്നെ സിനിമാ പ്രേമികൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയ്ക്ക് വേണ്ട രീതിയിൽ പ്രൊമോഷനും കാര്യങ്ങളും ഈ ഒരു സിനിമയുടെ നിർമ്മാണ കമ്പനി അല്ലെങ്കിൽ ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകർ കൊടുക്കുന്നില്ല എന്നുള്ള പരാതി. പക്ഷേ ആ പരാതികൾക്കൊക്കെ വിരാമം ഇട്ടുകൊണ്ട് ഒന്നിക്കൊന്നിനകം നല്ല കിടിലൻ പോസ്റ്ററുകളാണ് ഈ ഒരു സിനിമയുടേതായിട്ട് പുറത്തു വരുന്നത്. പോസ്റ്ററുകൾ മാത്രം മതി സിനിമയ്ക്ക് ഹൈപ്പ് കിട്ടാൻ. അങ്ങനെ ഗംഭീരമായിട്ടുള്ള പോസ്റ്ററുകളും ഹെവി ഐറ്റം ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് മിഥുൻ മാനുവൽ തോമസിന്റെ വകയുള്ള ഒരു ഇന്റർവ്യൂ കൂടി വന്നപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ വെടുപ്പായി. കാരണം ഒരു ടർബോ ഘടിപ്പിച്ചിട്ടുള്ള ഒരു എഞ്ചിൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയ്ക്ക് ഈ ഒരു സിനിമയിൽ കൊടുത്തിട്ടുള്ള ഒരു റോൾ എന്ന് പറയുന്നത്. ഒരു ടർബോ ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു ഇടിമനുഷ്യനായിട്ടാണ് ടർബോ ജോസ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് എന്നുള്ള മിഥുൻ മാനുവൽ തോമസിന്റെ വാക്കുകൂടി വന്നപ്പോൾ സിനിമയ്ക്ക് പ്രതീക്ഷകളും അതുപോലെ തന്നെ ഹൈപ്പും അങ്ങോട്ട് ഇരട്ടിയായിട്ടുണ്ട്. പിന്നെ അടുത്ത പ്രതീക്ഷ എന്ന് പറയുന്നത് സിനിമയുടേതായിട്ട് ഒരു ടീസറോ ഒരു ട്രെയിലറോ സിനിമ ഇറങ്ങാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തായാലും വേണമെന്ന് ആരാധകർ അത്രയും വാശി പിടിച്ചിരിക്കുന്ന സമയത്ത് സിനിമയുടെ ട്രെയിലറിന്റെ ഒരു ന്യൂസ് കൂടി പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ മെയ് മാസം 12-ാം തീയതി ദുബായ് വെച്ചിട്ട് ഈ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് നടത്തുന്നുണ്ട്. ഏകദേശം അവിടുത്തെ സമയം 7:30, അതായത് നമ്മുടെ ഇന്ത്യൻ സമയം 9 മണിക്കാണ് ഈ ഒരു സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ചെയ്യുന്നത്. സിലിക്കോൺ സിറ്റി മാൾ എന്ന് പറയുന്ന ദുബായിലെ വലിയൊരു മാൾ വെച്ചിട്ടാണ് ഈ ഒരു ട്രെയിലർ ലോഞ്ചും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എന്തായാലും ഇനി ഒന്നും നമുക്ക് ആവശ്യമില്ല. 12-ാം തീയതി ട്രെയിലർ കൂടി വന്നു കഴിഞ്ഞാൽ സിനിമയുടെ ഹൈപ്പ് എത്രത്തോളം ഉയരുമെന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം ടീസർ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾക്ക് ട്രെയിലറാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വാർത്ത അറിഞ്ഞത് മുതൽ സിനിമാ പ്രേമികളും അതിലുപരി മമ്മൂട്ടി ഫാൻസുകാരും വളരെയധികം സന്തോഷത്തിലാണ്. ഈ ഒരു സിനിമ എന്ന് പറയുന്നത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ കരിയറിലെ ഏറ്റവും ടോപ്പായിട്ട് റിലീസ് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. കാരണം അത്രയും സ്ക്രീൻ കൗണ്ട് ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഓരോ ദിവസത്തെ അപ്ഡേഷൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ലോകത്തിന്റെ പല രാജ്യങ്ങളിലും 23-ാം തീയതി തന്നെ സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേൾഡ് വൈഡ് ഫസ്റ്റ് ഡേ കളക്ഷൻ മുതൽ പിന്നീട് അങ്ങോട്ട് സിനിമ കാണിക്കാൻ പോകുന്ന ബോക്സ് ഓഫീസ് വേട്ട എന്നുള്ളത് നമുക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും. കാരണം പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഹെവി റിലീസാണ് സിനിമയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കുന്നത്. എന്തായാലും വളരെയധികം സന്തോഷത്തിലാണ് എല്ലാവരും. ഇനി എന്തായാലും മെയ് 23-ാം തീയതി ആയാൽ മതി എന്നുള്ള ഒരു ആകാംക്ഷ മാത്രമേ ഇന്ന് ആരാധകർക്കും സിനിമാ പ്രേമികൾക്കുള്ളൂ. എന്തായാലും സിനിമ ഇറങ്ങട്ടെ, സിനിമ ട്രെയിലറും കാര്യങ്ങളും ഇറങ്ങട്ടെ. സിനിമയ്ക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഈ സിനിമ എന്തായാലും മമ്മൂക്കയുടെ കരിയറിൽ തിയേറ്ററിൽ നിന്ന് 100 കോടി നേടുന്ന ആദ്യ ചിത്രമായിട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്രയേറെ ഹാപ്പി ആയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ട്രെയിലറിന്റെ ന്യൂസും കാര്യങ്ങളൊക്കെ അറിഞ്ഞ മുതൽ വളരെയധികം സന്തോഷത്തിലായിരിക്കും. എന്തായാലും നമുക്ക് ട്രെയിലറിന് വേണ്ടി കാത്തിരിക്കാം. എന്തായാലും പ്രൊമോഷൻ പരിപാടികൾ ഉഷാറായി തന്നെ മുന്നോട്ട് പോട്ടെ. ഇനി വെറും 10-12 ദിവസം മാത്രമേ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളൂ. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.